ഇതേതവനാ? ഇവനെങ്ങനെ ഈ ടൈമിൽ ഓഫീസിൽ വന്നേ? ഹലോ, ദേവനല്ലേ? നൈസ് ടു മീറ്റ് യു. യുവർ ഗുഡ് നെയിം പ്ലീസ്? ആരവ്. ഓക്കെ ആരവ്. അല്ല, ഈ ടൈമിൽ എന്താ ഓഫീസിൽ? എനിത്തിങ് പേഴ്സണൽ? യാ കുറച്ച് പേഴ്സണലാ. ഞാൻ അനുവിനെ കാണാൻ വന്നതാണ്. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സോ ഒന്ന് കണ്ടിട്ട് പോകുന്ന വെച്ചു. ഓ, അനുവിനെ കാണാനല്ലേ? ക്യാരി ഓൺ. എടി മീനു, അങ്ങോട്ടും നോക്കിക്ക്. നിന്റെ ചേട്ടന്റെ ഈ ഭാവം നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക. നമ്മളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അവരായി അവരുടെ പാടായി. ഇനി എന്തൊക്കെ കാണണോ ദൈവമേ. ദൈവം ചേട്ടൻ ഈ ചാടിത്തുള്ളി എങ്ങോട്ട് പോവാ? അപ്പൊ ഇന്ന് ഇവിടെ എന്തേലും ഒക്കെ നടക്കുവേ. അനു, അർജുനായിട്ട് എന്റെ ക്യാബിലോട്ടൊന്ന് വന്നേ. സാർ, അത് പിന്നെ ബേബി, നമ്മളെന്താ അവരുടെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യുന്നത്? അവര് സംസാരിക്കട്ടെ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. അനു, സംസാരിച്ചിട്ട് പെട്ടെന്ന് ക്യാബിനിൽ വരണം. അയ്യോ എന്റെ ദൈവമേ, ആദ്യമായിട്ടായി ബോധനെ കൊണ്ടൊരു ഗുണം ഉണ്ടായേ. നീ അവന്റെ മുഖം ഒന്ന് നോക്കിക്ക്. ഏതാണ്ട് ഇഞ്ചി വെച്ച് കുരങ്ങന്റെ അവസ്ഥയിലിരിക്കും. പാവം ചെറുക്കൻ. ഇവൻ ഇച്ചിരി അങ്ങോട്ട് മാറി സംസാരിച്ചൂടെ? കൈ പിടിച്ച് തന്നെ സംസാരിക്കണം എന്നല്ലോ നിർബന്ധമുണ്ടോ? തൽക്കാലം മോളിന് കളി കാണ്. ഏട്ടായിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഈ എരുതിയിൽ എണ്ണയിരിക്കലൊക്കെ ഇപ്പം കത്തിച്ചു വിട്ടാ നന്നായിട്ടൊക്കെ കത്തിക്കോളും. ഇപ്പൊ വരാം ഞാൻ, കേട്ടാ. കൊളുത്ത് വിട്ടിട്ട് വാ. ഇപ്പഴാകുമ്പോ പടക്ക കറക്കി തീ പിടിച്ച അവസ്ഥയായിരിക്കും. പൊട്ടുന്ന സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ, ഒന്നും ചീറ്റി പോത്തില്ലേ. ദേവാ, എന്തു വെച്ചൂടാ മുഖമൊക്കെ മാറിയിരിക്കുന്നേ? നിനക്ക് സുഖമല്ലേ? വയ്യേ? എനിക്കെന്ത് സുഖക്കുറവ്? എനിക്കൊന്നുമില്ലടാ. ഓഹോ, ഒന്നുമില്ല അല്ലേ? ഇപ്പൊ ഞാൻ ഉണ്ടാക്കി തരാം. ദേവാ, നീ ആരവിനെ കണ്ടില്ലയോ? ഞാൻ പറയാൻ വിട്ടു. ആരവ് അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. രണ്ടുപേരും കൊച്ചുനാൾ മുതലേ ഭയങ്കര കമ്പനിയാ. ആടാ, ഞാൻ കണ്ടായിരുന്നു. അത് മനസ്സിലായി, കമ്പനിയാണെന്ന്. സോറിയുടെ അളിയ, ഇതല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. തൽക്കാലം മോനിന്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഹലോ, ആ രാഹുലേട്ടാ പറ. എടി, അവൻ എന്ത് ചെയ്യുന്നു നോക്കിക്കേ. ഇനി നിന്റെ റോളാണേ. ചേട്ടൻ, ഞാനൊന്ന് നോക്കട്ടെ, ഇപ്പൊ പറയാവേ. അവിടെ ആരോടോ സീരിയസ് ആയിട്ട് സംസാരിക്കോ, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ. പ്ലാൻ ഓർമ്മയുണ്ടല്ലോ. അവിടെ പോയിട്ട് സംശയം ഒന്നും തോന്നില്ലേ, കേട്ടല്ലോ. ഓക്കെ, ഞാൻ സെറ്റ് ആക്കിട്ട് വിളിക്കാവേ. ചേട്ടാ. എന്താ മീനു? എന്താടി പറയാൻ വന്നേ? കാര്യം പറയാ പെട്ടെന്നാ. ഇത് പറഞ്ഞു കഴിയുമ്പോ ദേവി ഇതിനെ കൊല്ലത് നീ കാത്തിരക്ഷിക്കണേ ദേവി. ചേട്ടാ, അത് ഞാൻ പറയാൻ തന്നതേ. അനു ഉണ്ടല്ലോ, എന്റെ ദേവി കാത്തിരക്ഷിക്കണേ. ചേട്ടാ, അനുവും ആരവ് ചേട്ടനും നല്ല രസമില്ലേ കാണാൻ? അവരെ കല്യാണം കഴിപ്പിച്ചാലോ? അവക്കോ? അവക്ക് കല്യാണം കഴിക്കാനുള്ള ഏജൊന്നും ആയിട്ടില്ല. അതുമല്ല, അവക്ക് അറേഞ്ച് മാരേജ് ഒന്നും ശരിയാകത്തേ ഇല്ല. അത്രേ ഉള്ളൂ. നീ ഒന്ന് പോയിക്കോ, കൊച്ചുപോയി വലിയ വർത്താനം പറയാതെ. കല്യാണം പോലും പോയേ അയ്യോ പോയേ എന്റെ ചേട്ടന്റെ സമാധാനം പോയേ. എന്തായാലും പ്ലാൻ സക്സസ് ആയി. ഇനി രാഹുലേട്ടനെ വിളിച്ചിട്ട് ബാക്കി കുത്തിക്കോളം പറയാം. ഹലോ രാഹുലേട്ടാ, പ്ലാൻ സക്സസ്. ഞാൻ എന്തായാലും എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കത്തിക്കുന്ന കാര്യം ഏട്ടനെ ഇരിക്കുക, കേട്ടല്ലോ. ഓക്കെടി മോളെ, ഇനി ഞാൻ കത്തിച്ചിട്ടാണ്. ശരിയല്ല, ലവ് യു, ബൈ. നമുക്ക് കല്യാണം കഴിക്കാൻ ഏജ് ആയോ? അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ. എന്റെ സമാധാനം പോയേ. നാളെ തന്നെ അവനെ ഇവിടുന്ന് പാക്ക് ചെയ്തേ പറ്റൂ. അധികം വാഴ്ത്തുന്നത് നല്ലതല്ല. ഇവൻ രാവിലെ ഇവിടെ മടി കയറിയിരിക്കുന്നു. ഇവനെന്താ ഇതിപ്പോ നേരത്തെ വന്നേ? പ്ലാൻ സക്സസ്. നീനുവേ,
ഭൂകമ്പം അല്ല, പേമാരിയും അല്ല, പ്രളയവും അല്ല, കൊടുങ്കാറ്റും അല്ല, ദോ വരുന്ന അങ്ങോട്ട് നോക്കിക്കേ. ഏറ്റവും വലിയ സാധനം തന്നെ. ആ വിരക്കം കാണുമ്പോഴേ അറിയാം ഇന്നിവിടെ എന്തേലും സംഭവിക്കുമെന്നൊക്കെ. അയ്യോ എന്നെ കണ്ണടിച്ചു പോയി. ഞാനിതെന്തോ കാണുന്നേ? ചേട്ടനൊക്കെ ഇത്ര രാവിലെ ഇവിടെ? സമാധാനം പോവാന്ന് വിചാരിച്ചപ്പോ ഇത്രയൊന്നും സമാധാനം പോവാന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ എന്റെ ദൈവമേ. മീനു, കം ടു മൈ ക്യാബിൻ അർജന്റ്. ചെല്ലു ചെല്ലു ചെല്ലു, കിട്ടുന്നില്ല വാങ്ങിച്ചോണ്ട് പോവാ. മീനു, എന്താ ഒരു പഞ്ച്വാലിറ്റി ഇല്ലാത്തത്? ഇന്നലെ ചെയ്തു തീർക്കേണ്ട ഫയല് ഇന്നും ഇൻകംപ്ലീറ്റ് ആണ്. ഇന്ന് ഉച്ചയ്ക്ക് അയക്കേണ്ട മെയിലാ ഇതെല്ലാം. താൻ ഇത്ര പഞ്ച്വാലിറ്റി ഇല്ലാതെ കാണിച്ച പിന്നെ എങ്ങനെയാ കമ്പനിയിൽ കാര്യം നടന്നു പോകുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഈ ഫയൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് മെയിൽ അയക്കണം, കേട്ടല്ലോ? എന്റെ ചേട്ടനായി പോയി. വേറെ വല്ലവരും വരുന്നെങ്കിൽ എടുത്ത് ഞാൻ എപ്പോഴും കിണറ്റി കിട്ടാനെ. സോറി സാർ, ഇപ്പം കംപ്ലീറ്റ് ആക്കാം. ചേട്ടനല്ല ചേട്ടൻ. അവൻ ഇഷ്ടമാണെങ്കിൽ പോയി പറയാനുള്ളതിന്റെ പേടിപ്പുറം കമ്പനിക്കാർക്ക് പകുതി പഞ്ചായത്തിയും ടൈമിങ്ങും ഉണ്ടായിരുന്നു. എന്നെ പോയി പറഞ്ഞിട്ടായിരുന്നു. എന്ത് തേങ്ങയാ അവിടെ? തേങ്ങ എന്നെ പറ്റി കൊട്ട. എന്നോടൊന്നും പറയത്തില്ല കേട്ടോ. ആ പൊട്ടനാണെങ്കിൽ അവളെ ഇഷ്ടമാണ്. എന്നാ പക്ഷെ ഈഗോ തലേന്നിട്ട് മാറ്റിയാലേ അവളോട് പോയി പറയാൻ പറ്റൂ. ഓ എന്റെ ദൈവമേ,